ഓക്കെ, ആദ്യം തന്നെ വേണ്ടത് ഈ ട്രോൺലിങ്ക് പ്രോ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ട്രോൺലിങ്ക് പ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാവും ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലേക്ക് താത്തിയിട്ട് അതിൽ IASP എന്നുള്ള ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം യൂസർ നെയിം ചോദിക്കും, ആ യൂസർ നെയിമിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക, ഏകദേശം ഞാൻ US എന്നുള്ള കൊടുക്കുകയാണ്. അതിനുശേഷം സെറ്റ് ചെയ്ത അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് വലിയക്ഷരം വേണം, ചെറിയക്ഷരം വേണം, പിന്നെ മറ്റേ സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പേഴ്സ് വേണം. ഞാൻ ഏകദേശം കൊടുക്കുന്ന @ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കും. ആ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യണം. കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ബാക്കപ്പ് നോ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതിൽ ബാക്കപ്പ് കൊടുക്കുക. എന്നിട്ട് അതിൽ ഗോട്ടിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ വേർഡിങ്സ് വരും, 12 ഡിജിറ്റ്. ഈ സാധനം ശരിക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല, കാരണം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ് പാസ്വേഡ്. അപ്പോൾ ഇതിൽ ആ കൂടി ചെയ്യാൻ പറ്റാറുള്ള ഈ സാധനം ഫോട്ടോ എടുത്തേക്കാണ്. എന്തായാലും ഈ സാധനത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേറൊരു ഫോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്തേക്കണം. ഞാൻ ഫോട്ടോ എടുത്തേക്കാണ്. ഇത് ഫോട്ടോ എടുത്ത് വെച്ച്, കാരണം ഇതിൻ്റെ വേർഡിങ്സ് അടുത്തത് ഇതിൽ ആവശ്യമുള്ളതാണ്. ഇനി അതിന് ശേഷമുള്ള ഐ ഹാവ് സേവ്ഡ് സെക്യൂർഡ് എന്നുള്ള സെർച്ച്. അതിന് ശേഷം 12ാമത്തെ ഡിജിറ്റുള്ള നേരത്തെ ആ ഫോട്ടോ എടുത്ത് വെച്ചതിൽ വേർഡിങ്സ് എന്താണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നേരത്തുള്ളതിൽ 12ാമത്തേത് വെച്ചാൽ ഫിലിം എന്നാണ്. അത് ഞാൻ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അപ്പോൾ നേരത്തേലുള്ള ഒന്നാമത്തെ വേർഡിങ്സ് എന്താണ് ചോദിക്കുന്നത്. അത് നേരത്തെ ഉള്ളതിൽ ഒന്നാമത്തെ വേർഡ് പറഞ്ഞാൽ ലോജിക്കാണ്. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കയറി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ അക്കൗണ്ടും MCTൻ്റെ ഇതും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടത്. ആ ലിങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് റിസീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ യൂസർ നെയിമും കാണും, അതിൽ അഡ്രസ്സും കാണും. ഈ അഡ്രസ്സ് നേരെ കോപ്പി ചെയ്ത കളക്ഷൻ അഡ്രസ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് വരും, കോപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേണ്ട MCTൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഇനി ഗൂഗിൾ ക്രോം കയറാം. ഗൂഗിൾ ക്രോം ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ലോഗൗട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്ത് കാട്ടിത്തരാം. ഫസ്റ്റ് നമുക്ക് MCTൻ്റെ ഐഡിയും പാസ്വേഡും സേവ് വെച്ചതിനെ കൂടെ അത് ഇതാക്കിയിട്ട് ലോഗിൻ ചെയ്യുക. അതിന് ശേഷം ഒരു മെസ്സേജ് കാണാം. ഈ മെസ്സേജ് എമറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയി ക്ലോസ് ചെയ്യുക. അതിന് ശേഷം മെനുവിൽ പോയിട്ട് മൈ പ്രൊഫൈലിൽ പോവുക. മൈ പ്രൊഫൈലിൽ പോയിട്ട് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. അതിന് ശേഷം എമർ വാലറ്റ് അഡ്രസ്സ് എന്നുള്ളത് കാണാം. അപ്പോൾ അതിൽ വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ സാധനം പേസ്റ്റ് ചെയ്യും. നിങ്ങൾ റിസീവ് എന്നുള്ള ഇതിൽ പോയിട്ടില്ലേ, ആ ക്ലിക്ക് ചെയ്ത സാധനം കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്താൽ അതിലുള്ള അഡ്രസ്സ് ഇതിലേക്ക് വരും.
ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചാൽ അതിനെക്കൂടെ പേസ്റ്റ് ചെയ്യണില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഞാൻ നാത്തിൻ്റെ ആപ്പിൽ ചെയ്ത് വെച്ചാൽ അതിനെക്കൂടെ ഇതിലുണ്ട്. അതിന് ശേഷം ഇതിന് വാലറ്റ് പാസ്വേഡ് എന്നുള്ളതുണ്ടാവും. ഈ വാലറ്റ് പാസ്വേഡ് എന്നുള്ള സ്ഥലത്ത് MCTൻ്റെ വാലറ്റ് പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അങ്ങനെ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ MCTൻ്റെ സൈറ്റും ട്രോൺ ലിങ്ക് ആപ്പും തമ്മിൽ ലിങ്കായി കാണും. അങ്ങനെ ലിങ്കായി കഴിഞ്ഞ് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും മെനുവിൽ പോവുക. അതിന് ശേഷം ഏറ്റവും അടിയിൽ പോയിട്ട് വാലറ്റ്സിൽ പോവുക, വിഡ്രോ എടുക്കുക. അതിന് ശേഷം ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇതിൽ പ്ലീസ് സെലക്ട് ചെയ്ത റിലീസ് മെത്തേഡ് എന്നുള്ളതുണ്ട്. ഈ റിലീസ് മെത്തേഡ് എന്നുള്ളത് എമർ വാലറ്റാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം റിക്വസ്റ്റിംഗ് എമൗണ്ട്, ഒരാൾക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട മാക്സിമം എമൗണ്ട് $1000 എന്നുവെച്ചാൽ $1000 പറഞ്ഞു കഴിഞ്ഞാൽ $1700 വാലറ്റിൽ ഉണ്ടായിരിക്കണം. എന്നാലേ $1000 കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ $1000 ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ ഇതേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം 10% കുറച്ചിട്ടുള്ള ഡോളർ അതിൽ കൊടുത്താൽ മതി. കാരണം 10% ചാർജായിട്ട് കട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ എൻ്റർ യുവർ പ്രൈം OIC പറഞ്ഞിട്ടുണ്ട്. പ്രൈം OIC പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് അപ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോ ടീമിനും ഓരോ OIC ഉണ്ട്. അപ്പോൾ ടീം ലീഡറോട് ചോദിച്ചാൽ മതിയാവും ഏതാ പ്രൈം OIC ID എന്നുള്ളത്. എന്നിട്ട് അതാ കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ പ്രൈം OIC പറഞ്ഞത് റിഞ്ചു പറഞ്ഞ ഒരാളാണ് പ്രൈം OIC. അപ്പോൾ മൂപ്പര് ഇത് 9619 ആണ് എൻ്റെ പ്രൈം OIC. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിഞ്ചു CK എന്ന് വരും. അതിന് ശേഷം വാലറ്റ് പാസ്വേഡ് കൊടുക്കണം. കാരണം MCTൻ്റെ വാലറ്റ് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് വിഡ്രോ എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP വരും. OTP വരും ചെയ്യും. ആ OTP കൊടുക്കാനുള്ള സ്പേസും വരും. അത് കുറച്ച് അടിയിലോട്ട് താത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ സ്പേസ് കാണാം. ആ OTP കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ആ വിഡ്രോ ആവും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി വിഡ്രോ ചെയ്ത് കഴിഞ്ഞത്, അതിനെക്കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് നിങ്ങൾ ഇതിൽ വാലറ്റ് പാസ്വേഡ് കൊടുത്ത് വിഡ്രോ എടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ OTP കൊടുത്തതിന് ശേഷം വിഡ്രോ എടുക്കുക. അപ്പോൾ പിന്നെ ഇതിൽ മറ്റേ ട്രോൺ ലിങ്കിലേക്ക് ആപ്പിലേക്ക് വിഡ്രോ ചെയ്യുന്നത് കറക്റ്റായി വന്നിട്ടുണ്ടാവും.